ഉച്ച കഴിഞ്ഞ് കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വിൽ സ്റ്റാർട്ട് ആവും. ഇപ്പൊ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചല്ലായിരുന്നു ബ്രേക്കിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. So we are talking about financial statements. അതിൽ തന്നെ ഫസ്റ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഓർ SOFP. അതായത് നിങ്ങളുടെ ബാലൻസ് ഷീറ്റ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് ബാലൻസ് ഷീറ്റ് എന്നായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഓർ SOFP. ഹെഡിങ് കൊടുത്തു, statement of financial position or SOFP. Short form is allowed. In your language, we will be using the word SOFP. എന്താണ് ഈ ഒരു ഇതൊരു റിപ്പോർട്ടാണ്. ഇത് ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകളിൽ, അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഹാസ് SOFP, SOPL, NOCI, SOCF, and there is SOCE and disclosure notes. ഇത്രയും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. അതിൽ ഡിസ്ക്ലോഷർ നോട്ട്സിന് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൂട്ടാൻ പറ്റൂല, ഒരു സപ്പോർട്ടിങ് ഡേറ്റ അങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതില് SOFPയില് ആ ബിസിനസിനെ കുറിച്ച് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ഇറ്റ് റെക്കോർഡ്സ് ഓൾ ദ assets the business owns. ബിസിനസിന്റെ ഓണർഷിപ്പിലുള്ള എല്ലാ അസറ്റ്സിന്റെയും ലിസ്റ്റ് ഏത് സ്റ്റേറ്റ്മെന്റിലാണ്? SOFPയിലാണ്. അതേപോലെ തന്നെ ഇറ്റ് ഓൾസോ ഷോസ് വാട്ട് ഇറ്റ് ഓസ്. ഓസ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റീസ്. ബിസിനസിന്റെ ബാധ്യതകളും എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? SOFPയിലാണ്. ഇത് മാത്രം പോരാ, ഈ ബിസിനസ് റൺ ചെയ്യാനുള്ള ഫണ്ട് കൊണ്ടുവന്നിട്ടില്ലേ ഓണേഴ്സ്, വിച്ച് വി കോൾ as ക്യാപിറ്റൽ ഓർ ഇക്വിറ്റി, അതും നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? SOFPയിലാണ് കാണിക്കേണ്ടത്. So how it is financed, the capital or the equity, or you can say this is the net worth of the business at a point in time. So I'll come to that. Well, എന്താ SOFPയിൽ കാണിക്കേണ്ടത്? Assets owned by the business, liabilities owed by the business, and the capital and the equity. Capital or equity means the fund invested by owners. Fund invested by owners. Okay, ഇത്രേ എഴുതുക. So SOFP is basically assets, liabilities and the funds invested by the business, which is called as capital എന്നാണ് നമ്മൾ സോൾ ട്രേഡർഷിപ്പിലും പാർട്ട്ണർഷിപ്പിലും ഉപയോഗിക്കുന്ന വാക്ക്. കമ്പനിയുടെ കേസിലേക്ക് വരുമ്പോൾ you will be using the word LLC. So കമ്പനിയുടെ കേസിൽ we will be using the word equity. സംഭവം തന്നെയാണ്. കമ്പനിയിൽ ഇക്വിറ്റി എന്ന് വിളിക്കുന്നു. In sole tradership and partnership, we use the word capital. This is basically the fund invested by owners. Owners invest ചെയ്ത fund. ഇത്രയും കാര്യങ്ങളാണ് SOFPയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളത്. Now remember, assets, liabilities and capital or equity at a point in time. So what is the meaning of at a point in time? At a point in time. Okay, so let me give the heading. SOFP as at 31st December 2024. Okay, so what is the meaning of it? ഇതിനകത്ത് എന്താ കാണിക്കുന്നത്? Assets, capital, liability ഇതായിരിക്കുമല്ലോ കാണിക്കുന്നുണ്ടാവുക. So my question is, കഴിഞ്ഞ 12 മാസം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന അസറ്റ്, കഴിഞ്ഞ 12 മാസം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ലയബിലിറ്റി, കഴിഞ്ഞ 12 മാസം നിങ്ങളുടെ ബിസിനസ്സിലുണ്ടായിരുന്ന ക്യാപിറ്റൽ, അതാണോ കാണിക്കുക? അറ്റ് എ പോയിന്റ് ഇൻ ടൈം എന്നാണ്. എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈ ഡേറ്റില് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ അസറ്റ്സ് ഉണ്ട്, ഏതൊക്കെ ലയബിലിറ്റീസ് ഉണ്ട്,
how much capital is invested in the business. Is it clear? കഴിഞ്ഞ ഒരു വർഷം നടന്നല്ല. For example, let's say കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുമ്പോൾ January 2024 to 31st December 2024. അതിൽ മെയില് ഞാൻ എക്യുപ്മെന്റ് വാങ്ങി. ബിസിനസിന് വേണ്ടിയിട്ട് ഒരു എക്യുപ്മെന്റ് വാങ്ങി. വി ആർ ഓൾ ടോക്കിംഗ് അബൌട്ട് ബിസിനസ് എക്സ്പെൻസസ്. ഓക്കെ, ഒരു എക്യുപ്മെന്റ് വാങ്ങി. ഒക്ടോബറിൽ ആ എക്യുപ്മെന്റ് വിറ്റു. മൈ ക്വസ്റ്റ്യൻ ഇസ് 31st December 2024 ഞാൻ SOFP പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ അത് അസറ്റ് ആയിട്ട്, എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ അസറ്റ് ആണ്, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഞാൻ അത് അസറ്റ് ആയിട്ട് കാണിക്കാൻ പാടുണ്ടോ? At 31st December 2024, in my SOFP, can I show it as my asset? Yes or no? No, because നമുക്ക് വേണ്ടത് as at 31st December 2024 നമ്മുടെ ഓണർഷിപ്പിലുള്ള അസറ്റ്സും നമ്മുടെ ബാധ്യതകളും ഇക്വിറ്റി ആണ് നമുക്ക് വേണ്ടത്, അല്ലെ? നമ്മൾ അതിനു മുമ്പ് ഇത് വാങ്ങുകയും ചെയ്തു, ഒക്ടോബറിൽ ഇത് സെല് ചെയ്യുകയും ചെയ്തു. So on that 31st December 2024, is it your asset? ഒക്ടോബർ വിറ്റില്ലേ? അപ്പൊ 31st December 2024 അത് നിങ്ങളുടെ അസറ്റ് ആണോ? അല്ല. അപ്പൊ നിങ്ങൾ SOFP പ്രിപ്പയർ ചെയ്യുമ്പോൾ should you treat it as your asset? No. ഇനി ഇതേ കാര്യം തന്നെയാണ് ലയബിലിറ്റി. നിങ്ങൾ മെയിൽ ഒരു ലോൺ എടുത്തു, സെപ്റ്റംബറിൽ ലോൺ മൊത്തം ക്ലോസ് ചെയ്തു. 31st December 2024 SOFP പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ലോൺ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. So when I say asset liability is capital, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അത് തരും ക്വസ്റ്റ്യൻ. As at 31st December 2024, 31st March 2025, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങളുടെ ഓണർഷിപ്പിലുള്ള അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ആണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം എന്ത് സംഭവിച്ചു എന്നല്ല, ആ ഒരു പോയിന്റിലുള്ള അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ എത്രയാണ്. ഐഡിയ ക്ലിയർ? Got it? So this is the case of SOFP. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. This shows the net worth of the business at a point in time. Okay, at a point in time. അടുത്ത ഹെഡിങ് കൊടുക്കുക. Means you have to write it. At any given point of time. At any given point in time. എപ്പോൾ കാൽക്കുലേറ്റ് ചെയ്താലും your total asset should be equal to capital plus liability. At any given point in time, the asset should be equal to asset is equal to capital plus liability. നിങ്ങളുടെ ബിസിനസ്സിൽ എപ്പോൾ നിങ്ങൾ ഈ കാൽക്കുലേഷൻ നടത്തിയാലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണമെന്ന്. Your total asset should be equal to capital plus liability. Okay? So I'm going to elaborate on this. Mahira? Clear ആണോ ഇത്? അതെ. So assets is equal to capital plus liabilities at any given point of time. എപ്പോൾ കാൽക്കുലേറ്റ് ചെയ്താലും ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. So if I rearrange the equation, which is capital, അപ്പോൾ capital is equal to asset minus liabilities. So you can also call it as capital നെ നമുക്ക് equity എന്ന് വിളിക്കാലോ. Okay, we can also call this as net assets എന്ന് വിളിക്കാം. Net assets. Net assets എന്ന് പറഞ്ഞാൽ asset minus liability ചെയ്യുമ്പോൾ difference. Net assets. So it is capital. It can be called as equity. It can be called as net asset or the net worth. അതാണ് net worth. Net worth. So it is asset minus liability. ഈ ഇക്വേഷനെയാണ് നമ്മൾ accounting equation എന്ന് വിളിക്കുന്നത്. This is what we call as accounting equation. Okay. ഇനി
ബാലൻസ് ഷീറ്റും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു കോൺസെപ്റ്റിലാണ്. അതാണ് ഈ ബാലൻസ് ഷീറ്റ് ടാലി ആവണം എന്ന് എപ്പോഴും പറയാറില്ലേ. അതായത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടോട്ടൽ അസറ്റിന്റെ സൈഡ് ഷുഡ് ബി ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. സോ പ്ലസ് ടുവിലൊക്കെ നിങ്ങൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് സൈഡ് വെച്ചിട്ടല്ലേ. ഓക്കെ, സോ ഐ ഡോണ്ട് റിമെമ്പർ ഏത് സൈഡിൽ അസറ്റ് കാണിക്കുന്നത്. ഇസ് ഇറ്റ് ഓൺ ദി ഡെബിറ്റ് ക്രെഡിറ്റ് എന്നില്ല. ദിസ് സൈഡ് ഇസ് ഫോർ അസറ്റ്, ദിസ് സൈഡ് ഇസ് ഫോർ ക്യാപിറ്റൽ പ്ലസ്. ഇപ്പൊ ഏതാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇതല്ല പഠിക്കാനുള്ളത് എന്തായാലും, അതുകൊണ്ടാണ് പ്ലസ് ലയബിലിറ്റി. ഇതാണ് പ്ലസ് ടുവിലൊക്കെ പൊതുവെ നമ്മള് ഫോർമാറ്റ് ഫോർ SOFP. ഈ സൈഡിൽ അസറ്റ് എല്ലാം കാണിക്കണം, ഈ സൈഡിൽ ലയബിലിറ്റീസ് എമൗണ്ട് ആണ് കേട്ടോ. വി ആർ ഷോയിങ് ദ എമൗണ്ട്സ് ഓഫ് ദാറ്റ്. And at any given point of time, ഇതിന്റെ ടോട്ടൽ should be equal to ഇതിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ അസറ്റ് should be equal to capital plus liability. മനസ്സിലായോ? അതാണ് ഈ ബാലൻസ് ഷീറ്റ് ടാലി ആവണം. അതായത് ഇത് കറക്റ്റ് ആണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എൻട്രി ചെയ്തിരിക്കുന്ന എമൗണ്ട്സ് കറക്റ്റ് ആണെന്നാണ്. ബിക്കോസ് ഐഡിയലി ഇത് സെയിം ആയിരിക്കണം എന്നാണ് റൂള്. സോ ഈ ബാലൻസ് ഷീറ്റ് ടാലി ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രി ചെയ്ത ഡേറ്റാസും കറക്റ്റ് ആണ് എന്നാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ക്ലിയർ? So the total asset will be equal to capital plus liability. Okay. So അതെന്നെയാണ് ഞാൻ rearrange ചെയ്തിരിക്കുന്നത്, which I call as accounting equation, where capital is equal to asset minus liability. Now we are going to prove this. At any given point of time, asset should be equal to capital plus liability. So we are going to prove this. Okay. So for that we have a small question. So, at any given point in time, when transactions have been recorded correctly, the account equation will always balance. So, let's assume a situation. Liza sets up a business with 2,500 of her own money. അപ്പോൾ അയാൾ ഒരു 2,500 എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ്സ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി ഇൻ അക്കൗണ്ടിങ് ടേംസ്. അതായത് അക്കൗണ്ടിങ് ടേംസിൽ ഓണർ വേറെ ബിസിനസ് വേറെ. ഓണർ ബിസിനസ്സിലേക്ക് ഫണ്ട് ഇട്ടു 2,500 and this is the money that so it owes the money to Liza as capital. അപ്പോൾ ഇവിടെ ബിസിനസ് ഉണ്ട്, ലിസ ഉണ്ട്. സോ ലിസ ബിസിനസ്സിലേക്ക് 2,500 ഇട്ടു എന്ന് പറയുമ്പോൾ ലിസയ്ക്ക് ഇതൊരു അസറ്റ് ആണ്. ലിസയുടെ പോയിന്റ് ഓഫ് വ്യൂ ഇട്ടിരിക്കുന്ന പൈസ ഒരു അസറ്റ് ആണ്. പക്ഷെ ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇതെന്താ, ഓണർ ഇട്ട പൈസയാണ്, ക്യാപിറ്റൽ. ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇതെന്താ, ഓണർ കൊണ്ടുവന്ന പൈസ, വിച്ച് ഇസ് കോൾഡ് ആസ് ക്യാപിറ്റൽ. ലൈസയ്ക്ക് ഇതെന്താണ്, ലൈസയുടെ അസറ്റ് ആണ്. അപ്പൊ നമ്മൾ ആരുടെ പെർസ്പെക്റ്റീവിലാണ് ത്രൂ ഔട്ട് ചിന്തിക്കേണ്ടത്, ബിസിനസിന്റെ പെർസ്പെക്റ്റീവ്. സോ ഫോർ ബിസിനസ് ദിസ് ഇസ് ക്യാപിറ്റൽ. ഓക്കെ. ഇനി ഈ ക്യാപിറ്റൽ എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്, ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. വേറൊന്നും പറഞ്ഞിട്ടില്ല, അത് മണി എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. സോ ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. So equation on the substitute ചെയ്ത് നോക്കാം. So what was our equation? Assets should be equal to capital plus liability. Okay. ഇവിടെ ബാധ്യതകൾ എന്തെങ്കിലും ഉള്ളതായിട്ട് പറയുന്നുണ്ടോ? Is there any sort of liabilities? നിലവിലൊന്നുമില്ല. ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ 2,500 ഓണർ ഇട്ട പൈസ. ഓണർ എന്തായിട്ട് പൈസ ഇട്ടിരിക്കുന്നത്, അസറ്റ് ആയിട്ടില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. സോ ക്യാഷ് ഇസ് ആൻ അസറ്റ് ഫോർ, ഇതൊക്കെ ആരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്, ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ. കാശ് എന്ന് പറയുമ്പോൾ ബിസിനസിന് എന്താണ്, അസറ്റ് ആണ്, ക്യാപിറ്റലും ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് ആൻ അസറ്റ് ഫോർ ദം. സോ ദിസ് ഇസ് അസറ്റ് 2,500. സാറ്റിസ്ഫൈ ആയില്ലേ? വേറെ അസറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഇവിടെ അസറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ്. Then capital, owner invested fund. Clear? So that is satisfied. Next situation ആണ്. Over the next month, Liza makes the following transactions. She buys a stall for 1,800. അതായത് ഈ കിട്ടിയ കാശ് വെച്ചിട്ട് എത്ര കാശ് ഉണ്ടായിരുന്ന കയ്യില്, ക്യാഷ് എത്ര, 2,500. അത് വെച്ചിട്ട് ഒരു സ്റ്റോൾ വാങ്ങി.
ഫ്ലവർ ഷോപ്പ് ആണല്ലോ, അപ്പൊ സ്റ്റോൾ വാങ്ങി. അതൊരു ലോങ് ടേം അസറ്റ് അല്ലേ? എന്തായാലും എല്ലാ മാസവും വേറെ വേറെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടാകത്തില്ല. ഇതൊരു ലോങ് ടേം അസറ്റ് ആണ്. സ്റ്റോൾ വാങ്ങി. ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് വാങ്ങി. അതിനെ നമ്മൾ ഇൻവെന്ററി എന്ന് വിളിക്കുക. ഇതല്ലേ അവർ വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനം. സോ ദിസ് ഇസ് ദർ ഇൻവെന്ററി, ദിസ് ഇസ് എ കറന്റ് അസറ്റ് ആൻഡ് ദിസ് ഇസ് എ ലോങ് ടേം അസറ്റ്. സ്റ്റോൾ എല്ലാ വർഷവും അവർ മാറൂല. അത് ഒരു പ്രാവശ്യം വാങ്ങിയ പിന്നെ ഒരു 5-6 വർഷം അവർ അത് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് എല്ലാ ദിവസവും വിറ്റ് പോകാനാണ് അവരുടെ ഇന്റൻഷൻ. ആൻഡ് ഓൾസോ ഒരു ബാങ്ക് ലോൺ 500 എടുത്തു. നമ്മുടെ ഇക്വേഷൻ ഒന്ന് എഴുതാം. ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. സോ ദിസ് ഇസ് ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അഗൈൻ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ക്യാപിറ്റലിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഓണർ ഇട്ട ഫണ്ടിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? 2500 ഇട്ടു, നിങ്ങൾ അതിൽ നിന്നൊന്നും എടുത്തു കളഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഓണർ എക്സ്ട്രാ ഫണ്ട് ഇട്ടിട്ടുണ്ടോ? ഇട്ട ഫണ്ട് എന്തെങ്കിലും ഓണർ പിൻവലിച്ചിട്ടുണ്ടോ? ഇല്ല. സോ ദിസ് ഇസ് 2500 ആണല്ലോ. പ്ലസ് പുറത്തേക്ക് ഏതെങ്കിലും ബാധ്യത നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? 500ന്റെ ഒരു ബാങ്ക് ലോൺ എടുത്തിട്ടില്ലേ? സോ യു ഹാവ് എ ലയബിലിറ്റി നൗ. Agreed? Clear ആണോ? So this should be equal to what should be your asset value? എത്രയായിരിക്കും അസറ്റിന്റെ വാല്യൂ വരേണ്ടത്? 3000. Okay? Tell me the breakdown of asset. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അസറ്റിൽ വരും? എന്തൊക്കെ കാര്യങ്ങൾ അസറ്റിൽ വരും? എന്തൊക്കെ കാര്യങ്ങൾ അസറ്റിൽ വരും? സ്റ്റോളർ അസറ്റ് അല്ലേ? 1800. ഫ്ലവേഴ്സ് ഇൻവെന്ററി അതൊരു അസറ്റ് അല്ലേ? 650. ലോൺ എടുത്താൽ കാശ് കിട്ടും. എഗ്രി? ലോൺ എടുക്കുമ്പോൾ ബാധ്യതയാണ്, പക്ഷെ കാശായിട്ടല്ലേ കയ്യിലേക്ക് വരുന്നത്. സോ ദാറ്റ് ഇസ് ഓൾസോ ക്യാഷ്. എത്ര ലോണിന്റെ ക്യാഷ് എത്ര വന്നു? 500. ഇനി ഓൾറെഡി നിങ്ങളുടെ അടുത്ത് കുറച്ച് കാശ് ഇല്ലായിരുന്നോ? പ്രീവിയസ് എക്സാമ്പിളിൽ കുറച്ച് കാശ് ഇല്ലായിരുന്നോ? എത്രയായിരുന്നു? 2500. പക്ഷെ ചെറിയ പ്രശ്നമുണ്ട്. ആ 2500 ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റോള് വാങ്ങിയത്, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സും വാങ്ങിയത്. അപ്പൊ ആ ക്യാഷ് ബാലൻസ് കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ സംഭവം? ഓൾറെഡി നിങ്ങളുടെ അടുത്ത് 2500 ക്യാഷ് ഉണ്ട്. ആ 2500 ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ സ്റ്റോള് വാങ്ങിയത്. കാശ് കുറഞ്ഞില്ലേ? ഫ്ലവേഴ്സ് വാങ്ങി, കാശ് കുറഞ്ഞില്ലേ? ബാങ്ക് ലോൺ എടുത്തപ്പോ കുറച്ച് കാശ് കൂടി. ഇനി ഇതിന്റെയൊക്കെ സം എടുത്തേ. And what is the difference of this? 2500 minus 1800. 2500 minus 1800 minus 650. എത്ര വരും? എത്രയുണ്ട്? 50 അല്ലേ? Okay. ഇനി take the total of all this. This is 1800 plus 650 plus 500 plus ഇത് എത്ര വരുന്നത്? 50. എത്ര വരണോ ഇത്? 3000 വരണോ നോക്കണം. So we have to check whether 1800 plus 650 plus 500 plus 50, that is a total of 3000. So മനസ്സിലായോ? അതായത് again at this point of time also the equation is satisfied. Vaira? മനസ്സിലായി. Okay. Guys, did you understand? Okay, so once again, capital മാറ്റം. ക്യാപിറ്റലിൽ എപ്പോഴാണ് മാറ്റം വരുന്നത്? ഒന്നെങ്കിൽ ഓണർ എക്സ്ട്രാ ഫണ്ട് ഇടണം, അല്ലെ ഇട്ട ഫണ്ട് പിൻവലിക്കണം, അല്ലെങ്കിൽ ലാഭം വന്നാലും അത് എങ്ങോട്ടേക്ക് ആഡ് ചെയ്യേണ്ടത്? ക്യാപിറ്റലിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. നഷ്ടം വന്നാലും ഇവിടുന്ന് എടുത്തു കളയേണ്ടത് ക്യാപിറ്റലിൽ നിന്നാണ് എടുത്തു കളയേണ്ടത്. ക്ലിയർ? സോ റിമെമ്പർ ദിസ്. ക്യാപിറ്റലിനെ ബാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. എക്സ്ട്രാ ക്യാപിറ്റൽ, അതായത് ഫണ്ട് എക്സ്ട്രാ ഓർഡർ ഇടുവാണെങ്കിൽ അത് ക്യാപിറ്റലിനെ ബാധിക്കും. ക്യാപിറ്റൽ വിഡ്രോൺ, ഇട്ട പൈസ എന്തെങ്കിലും പിൻവലിക്കുവാണെങ്കിൽ, ഓണർ പിൻവലിക്കുവാണെങ്കിൽ അത് ക്യാപിറ്റലിനെ ബാധിക്കും. പ്രോഫിറ്റ് വന്നാലും ക്യാപിറ്റലിനെ ബാധിക്കും, ലോസ് വന്നാലും ക്യാപിറ്റലിനെ ബാധിക്കും. വേറൊന്നും ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്നില്ല. സോ ഇവിടെയും നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണ്? 2500, മാറ്റമില്ല. പക്ഷെ നിങ്ങൾക്ക് ലയബിലിറ്റി 500 വന്നിട്ടുണ്ട്, ബാധ്യത 500 വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യുവർ അസറ്റ് വിൽ ബി 3000. പക്ഷെ 3000 അസറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ബ്രേക്ക് ഡൗൺ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ സ്റ്റോൾ 1800 ഉണ്ട്, ഇൻവെന്ററി 650 ഉണ്ട്, പ്ലസ്
ക്യാഷ് എക്സ്ട്രാ ഒരു 500 ലോണിൽ നിന്ന് കിട്ടി, പിന്നെ ഓൾറെഡി ഉള്ള ക്യാഷ് ബാലൻസിൽ 1800 650 പോയി കഴിഞ്ഞാൽ ദ ഡിഫറൻസ്. Is it clear? Hello. 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 ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വെയിറ്റ് നിൽക്കാം. ഓക്കെ. Clear? Okay. Now, upon next stage, can you give it a try? As the year progresses, Liza sells all her flowers for 1000 and pays herself a wage of 300. സ്വന്തമായിട്ട് ഒരു 300 സാലറി എന്ന് പറഞ്ഞെടുത്തു. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത്. ഓണർ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫണ്ട് പിൻവലിച്ചാൽ ദാറ്റ് ഇസ് ഡ്രോയിങ്സ്. അപ്പൊ അതിനെ നമുക്ക് ഈ കാറ്റഗറിയിലേക്ക് പെടുത്താം. ക്യാപിറ്റൽ വിഡ്രോൺ പോലെ തന്നെയാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാറുള്ളത്. കം ടു ദാറ്റ്. സോ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഓണർ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി കാശോ സാധനമോ പിൻവലിക്കുവാണെങ്കിൽ ദാറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് ഡ്രോയിങ്സ്. അതായത് ക്യാപിറ്റലിൽ തന്നെയാണ് അത് വിഡ്രോൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? സോ ക്യാൻ യു ഗിവ് മീ ദ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഹിയർ? Can you give me the accounting equation here? സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? This is your previous data. Accounting equation വേണം. ക്യാപിറ്റലിന്റെ വാല്യൂ എത്ര, ലയബിലിറ്റിയുടെ വാല്യൂ എത്ര, അസറ്റിന്റെ വാല്യൂ എത്ര, ആൻഡ് അസറ്റിന്റെ ബ്രേക്ക് ഡൗണും വേണം. ഫസ്റ്റ് തിങ് ഇസ് മാറ്റം ഇല്ലാത്ത എന്താ? ലയബിലിറ്റി മാറിയിട്ടുണ്ടോ? നിങ്ങൾ ലോൺ തിരിച്ചടച്ചു എന്ന് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇപ്പോഴും ലയബിലിറ്റി എത്ര തന്നെയാ? ക്യാപിറ്റൽ മാറിയിട്ടുണ്ടോ? 2500. അതിൽ നിന്ന് ഓണർ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എത്ര പിൻവലിച്ചു? 300 പിൻവലിച്ചു. ഓക്കെ, അവിടെ നിൽക്കട്ടെ. വേറെ എന്തെങ്കിലും ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? സെല് ചെയ്തതാണ്. ക്യാപിറ്റലിനെ ബാധിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഫ്ലവേഴ്സ് വിറ്റു. എന്ത് സെയിൽ നടന്നാലും അവിടെ ഒരു ലാഭം അല്ലെങ്കിൽ അവിടെ ഒരു നഷ്ടം ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് ചെക്ക് ചെയ്യാം ഈ ഫ്ലവേഴ്സ് വിറ്റപ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്ന്. എത്രയ്ക്ക് വിറ്റു എന്നാ പറഞ്ഞത്? സെല്ലിംഗ് പ്രൈസ് എത്രയാ? 1000. ഓൾ ദ ഫ്ലവേഴ്സ് വിറ്റു എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എത്രയ്ക്കാ ഫ്ലവേഴ്സ് വാങ്ങിയത്? 650. Cost is 650. So what is your profit here? 350. So മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ലാഭമാണോ നഷ്ടമാണോ നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് വന്ന ഇൻകം മൈനസ് എക്സ്പെൻസ് അല്ലേ 1000 എനിക്ക് കിട്ടി, അത് വാങ്ങാൻ എനിക്ക് ചെലവായത് 650 ആണ്. So what is the profit figure here? 350. So I can add this 350 here. Agree? Withdrawal ആണ് ക്യാപിറ്റൽ കുറയും, പ്രോഫിറ്റ് ആണ് ക്യാപിറ്റൽ കൂടും. So what is my capital figure now? It is 2550 plus 500. So what is my asset value? 2000 അല്ലല്ലോ വരിക, 3050. Is it clear? ഇനി എനിക്ക് എന്റെ ബ്രേക്ക് ഡൗൺ തന്നെ. മഹീറ മനസ്സിലാവും? നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇതിനകത്ത് ലയബിലിറ്റി മാറിയിട്ടില്ല. ക്യാപിറ്റലിലേക്ക് ഒരു 300 കുറഞ്ഞിട്ടുണ്ട്, ഒരു 350 പ്രോഫിറ്റ് ആഡ് ആയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ your asset value is 3050. Give me the breakdown of 3050. What is the breakdown of 3050? എന്തൊക്കെയുണ്ട് ഇതിനകത്ത്? അസറ്റില് 3050 എങ്ങനെയാണെന്ന് പറയൂ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ വരിക? At any given point of time, asset is equal to capital plus liability എന്നാണല്ലോ. Capital ഇതാണ്, liability ഇതാണ്. So what should be the asset value? 350. 3050. എനിക്ക് അറിയേണ്ട 3050 എന്തൊക്കെയുണ്ട്? സ്റ്റോൾ വിറ്റോ? ഇല്ല. അപ്പൊ സ്റ്റോൾ ഉണ്ടല്ലോ അതിനകത്ത്. ഫ്ലവേഴ്സ് വിറ്റോ? 650 വാങ്ങി ഫുൾ വിറ്റു, അപ്പൊ അത് മൊത്തം പോയി 0. ഓക്കെ, കാശാണല്ലോ പിന്നെ അതിനകത്ത് മെയിൻ ആള്.
പ്രീവിയസ്ലി നമ്മുടെ ക്യാഷ് ബാലൻസ് എത്രയായിരുന്നു? ലോണിൽ നിന്ന് ഒരു 500 അല്ലാതെ ഒരു 50 ബാലൻസ് ഉണ്ടായിരുന്നു അല്ലെ? സോ ആലോചിച്ച് നോക്കിയേ, ഇപ്പം പ്രീവിയസ് ബാലൻസ് 550 ആണല്ലോ. ഇല്ലില്ല, നമ്മൾ ഫ്ലവേഴ്സിന്റെ കോസ്റ്റ് ആണ് എടുത്ത് കളയേണ്ടത്. നമ്മൾ 650 ആണ് റെക്കോർഡ് ചെയ്ത് വന്ന് പോകേണ്ടത് എത്രയാ? 650 ആണ്. ലാഭം നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ അല്ല 1000 കാണിക്കേണ്ടത്, ഇവിടെ 650 എടുത്ത് കളയുക, അതിന്റെ കോസ്റ്റ് എലിമിനേറ്റ് ചെയ്യുക. ഒരു സാധനം വിറ്റുപോകുമ്പോൾ അതിന്റെ കോസ്റ്റ് എടുത്ത് ക്യാഷ് അസറ്റിന് എന്താ പേരത്? ക്യാഷ് ആണ് കിട്ടുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? 1000 നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ടാണ് കിട്ടുന്നത്? ക്യാഷ് ആയിട്ടാണ് കിട്ടുന്നത്. സോ ദാറ്റ് ഷുഡ് ബി ആഡഡ് ടു യുവർ ക്യാപിറ്റൽ. ആണോ ക്യാഷ് ആണോ? ക്യാഷിലേക്കാണ് നമ്മളത് ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ? നമ്മൾ പ്രോഫിറ്റ് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു 350. ഓക്കെ, ആ ഒരു സെയിൽ നടത്തിയിട്ട് വന്ന ലാഭം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അതായത് 1000 മൈനസ് 650 350 നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അവിടെ നിൽക്കട്ടെ. ഫ്ലവേഴ്സ് മൊത്തം വിറ്റുപോയി. അപ്പൊ ഇനി 650 എന്ന് പറഞ്ഞ ഒരു അസറ്റ് നിങ്ങൾക്ക് ഇല്ല, സീറോ. അസറ്റ് സീറോ. വിറ്റപ്പോ നിങ്ങൾക്ക് 1000 ക്യാഷ് കിട്ടി. സോ ദാറ്റ് ഷുഡ് ബി ആഡഡ് ടു യുവർ ക്യാഷ് ബാലൻസ്. മനസ്സിലായോ? വേറെ എന്തെങ്കിലും ക്യാഷിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണോ? ഓൾറെഡി ഉള്ള 550 അതൊക്കെയാണോ? ഓൾറെഡി ഉള്ള 550 മനസ്സിലായോ? കഴിഞ്ഞ പ്രാവശ്യം കിട്ടി, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യാഷ് ലോണിൽ നിന്ന് കിട്ടിയ 500 അതേപോലെ തന്നെ പ്രീവിയസ് ക്യാഷ് ബാലൻസ് 50 കൂടെ കൂട്ടിയിട്ടാണ് 550 പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് 1000 സെയിൽസിന്റെ ആഡ് ചെയ്തു. വേറെ എന്തെങ്കിലും ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ ക്യാഷ് റിലേറ്റഡ്? മഹിറ ഇതുവരെ ഓക്കെ ആണോ? ഓക്കെയാണ്. സ്റ്റോൾ 1800 വിറ്റുപോയിട്ടില്ല. ഫ്ലവേഴ്സ് മൊത്തം വിറ്റുപോയി, സീറോ. ഓൾറെഡി ഉള്ള 550 ക്യാഷിലേക്ക് 1000 സെയിൽസിന്റെ ക്യാഷും കൂടെ ആഡ് ചെയ്തു. വാട്ട് എൽസ്? കാശിനെ എഫക്ട് ചെയ്യുന്ന ഏത് ട്രാൻസാക്ഷൻ? കാശിനെ എഫക്ട് ചെയ്യുന്ന, ക്യാഷിനെ എഫക്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ പറഞ്ഞേ. വേജസ് ആയിട്ട് ഒരു 300 പിൻവലിച്ചു. കാശല്ലേ പിൻവലിച്ചത്? സോ യുവർ ക്യാഷ് ഇസ് റെഡ്യൂസിംഗ് ബൈ 300. വാട്ട് ഇസ് ദ ബാലൻസ്? 550 പ്ലസ് 1000 മൈനസ് 300. കണ്ടുപിടിച്ചേ. 550 പ്ലസ് 1000 മൈനസ് 350 എത്ര വരുന്നത്? 1200. ക്ലിയർ ആണോ? ക്ലിയർ? 1250 അല്ലേ വരിക? 1250. കാരണം 550 plus 1000 minus 300 ആണ്. So what is the total of this? 3050. Proof. അത് തന്നെയല്ലേ നമ്മൾ ക്യാഷ് അസറ്റ് ബാലൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അതായത് നിങ്ങൾ എപ്പോ ചെയ്താലും യുവർ ടോട്ടൽ അസറ്റ് വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേഷനിലെ മിസ്റ്റേക്ക് ആണത്. അല്ലാതെ അതൊരിക്കലും ടാലി ആവാതിരിക്കില്ല. If you are recording all the things properly, your total asset will always be equal to capital plus liability. അതായത് ബാലൻസ് ഷീറ്റ് എപ്പോഴും ടാലി ആവുന്നു. നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് ടാലി ആകും. അതിൽ എവിടെ സംഭവിച്ചിരുന്നത്? അസറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. ഐഡിയ ക്ലിയർ? ഓക്കെ, ബ്രേക്ക് ഡൗൺ മനസ്സിലായോ? ക്യാപിറ്റൽ എന്ത് സംഭവിച്ചെന്ന് മനസ്സിലായോ? ക്യാപിറ്റലിലേക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത എമൗണ്ട്, പിന്നെ വിഡ്രോ ചെയ്ത എമൗണ്ട്, പിന്നെ വന്നിട്ടുള്ള പ്രോഫിറ്റ്. ലയബിലിറ്റി 500 അങ്ങനെ തന്നെ നിൽക്കുവാണ്. ഇവിടെ ക്യാഷ് ആണ്, അസറ്റിലെ ക്യാഷ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓൾറെഡി നമ്മുടെ അടുത്ത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എത്രയായിരുന്നു? 550 പ്ലസ് സെയിൽ നടത്തിയിട്ട് 1000 കൂടെ കിട്ടി. പിന്നെ ഡ്രോയിങ്സിന് ഒരു 300 പോയി. സോ യുവർ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് വിൽ ബി 1250. സോ ടെക്നിക്കലി ഇതിനെ രണ്ടിന്റെ ടോട്ടൽ പറഞ്ഞു 3050. Is it clear? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? 350 പ്രോഫിറ്റ് ക്യാഷിലേക്കാണോ ആഡ് ചെയ്യേണ്ടത്? തിങ്ക് അബൌട്ട് ഇറ്റ്. കാശിലേക്ക് ആഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലേക്ക് വന്ന 1000 മൊത്തമാണ് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യേണ്ടത്, ക്യാഷിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് എഫക്ട് ചെയ്ത് എവിടെയാണ്? ക്യാപിറ്റലിനെയാണ് എഫക്ട് ചെയ്തത്. ഈ 350 ഈ 1000 അപ്പൊ പിന്നെ ഞാൻ ഒന്നുകൂടെ 350 കൂടെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? വിറ്റപ്പോ കിട്ടിയ 1000 sold it for 1000. മനസ്സിലായോ?
1000-ത്തിനാണ് വിറ്റത്. Remember, when a sale happens, there will be either a profit or a loss. So let's write the statement. When inventory is sold, is either a profit or loss is adjusted to എങ്ങോട്ടേക്ക് adjust ചെയ്യേണ്ടത്? അസറ്റിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. എങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ഓർ ലോസ് എങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ക്യാപിറ്റലിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദ ക്യാഷ് റിസീവ്ഡ് is adjusted to, കിട്ടിയ കാശോ അസറ്റിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. 350 ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, ആഡ് ചെയ്യണം. കിട്ടിയ 1000 ക്യാഷ് അസറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. 1000-നോട് പിന്നെ ഒരു 350 ക്യാഷിൽ ഇട്ടേക്കരുത്, അപ്പൊ ഡബിൾ ഇഫക്റ്റ് ആയി പോകത്തില്ല. 1000-നകത്ത് ഓൾറെഡി എന്തുണ്ട്? ആ എക്സ്ട്രാ 350 അടങ്ങിയിട്ടുണ്ട്. Okay, that is the total money you received. Money received അസറ്റിലേക്കും ലാഭത്തിന്റെ പോർഷൻ ക്യാപിറ്റലിലേക്കും. So clear? Got it? So this is your accounting equation. Clear ആണോ? Yes. Is this clear, Mahira? Clear ആണ്. Okay. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് കാൽക്കുലേഷനിലേക്ക് പോകാം, which is equal to business equation. So business equation, അതിന് മുൻപ് ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു so far. But at any given point of time ഈ equation ടാലി ആയേ പറ്റൂ, അല്ലെങ്കിൽ that is your calculation mistake. അത്ര ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇത് എങ്ങനെ എക്സാമിന് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is a question in your kit, പക്ഷെ ചെയ്യാനായിട്ടില്ല, കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കിറ്റിലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ എങ്ങനെയാ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സിനാരിയോ തരും. ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഇത്ര അസറ്റ് വാങ്ങി, ഇത്ര വിറ്റു, ഇത്ര ഡ്രോയിങ്സ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരുടെ അസറ്റ് is equal to capital plus liability. ഇത് എത്രയാണ്? ഫോർ എക്സാമ്പിൾ ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എ, ബി, സി ആൻഡ് ഡി. ചിലപ്പോൾ ഓപ്ഷൻ എയില് 1000 is equal to 500 plus 500 എന്നാവും. ഓപ്ഷൻ ബിയില് 1250 is equal to 1000 plus 250 എന്നായിരിക്കും. The next option it will be 500 is equal to 250 plus 250 ആയിരിക്കും. സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇക്വേഷൻ എല്ലായിടത്തും ടാലി ആവും, പക്ഷെ ഇതിൽ ഏതാണ് കറക്റ്റ് എമൗണ്ട്സ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. അതായത് ഇതാണോ? എല്ലാ കേസിലും നോട്ടീസ് ഇറ്റ് ഇസ് ടാലി ആവുന്നുണ്ട്, അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇതിൽ കറക്റ്റ് എമൗണ്ട്സ് ഏതാണ്? എത്രയാണ് അസറ്റിലേക്ക് വരേണ്ടത്, എത്രയാണ് ക്യാപിറ്റലിലേക്ക് വരേണ്ടത്, എത്രയാണ് ലയബിലിറ്റിയിലേക്ക് വരേണ്ടത്, അങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അങ്ങനെയാണ് ഇത് നിങ്ങളോട് സെക്ഷൻ MCQ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആ ഫുൾ ഡേറ്റ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അസറ്റിലേക്ക് എത്ര എടുക്കാം, ക്യാപിറ്റലിലേക്ക് എത്ര കാണിക്കണം, ലയബിലിറ്റിയിലേക്ക് എത്ര കാണിക്കണം നോക്കണം. And ultimately that equation should tally as well. That will be your correct answer. സംഭവം മനസ്സിലായോ? Got it? Moving on. ഇനി അസറ്റ് ലയബിലിറ്റി ആക്ച്വലി അതുകൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇക്വേഷൻ ചെയ്യിക്കാൻ തുടങ്ങേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയ ഉള്ളത് കൊണ്ട് ഐ ജസ്റ്റ് പ്രൊസീഡഡ് വിത്ത് ഇറ്റ്. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ. അസറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഓണർഷിപ്പിലുള്ള ഇക്കണോമിക് റീസോഴ്സസ്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ബാധ്യതകൾ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട്. ഇത്രയും അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ. പക്ഷേ നമ്മള് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. സ്റ്റാർട്ടിങ് ഓഫ് ഇറ്റ് നോട്ട് എടുത്തോ, ദിസ് ഇസ് മെയിൻലി ഫോർ സയൻസ് സ്റ്റുഡൻസ്. ഓക്കെ, അസറ്റ്. ഒരു ബിസിനസ് ഒരു പർട്ടിക്കുലർ ഐറ്റം അസറ്റ് ആയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ പ്രസന്റ് ഇക്കണോമിക് റീസോഴ്സ് controlled by entity as a result of past event. As a result of
past events. ഇതാണ് അസറ്റിന്റെ കറക്റ്റ് ഡെഫിനിഷൻ. It should be present economic resource controlled by the entity as a result of past event. ഇത്രയും കാര്യങ്ങൾ മീറ്റ് ചെയ്തു കഴിഞ്ഞാൽ we can call it as an asset. We can call it as an asset. Present economic resource ആയിരിക്കണം, controlled by the entity ആയിരിക്കണം, as a result of past event ആയിരിക്കണം. So I'm going to break this down for you. ഞാൻ അതിനെ ഇന്ന് ടുഡേ ഈ പോയിന്റിൽ അസറ്റ് ആയിട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ കൺട്രോളിലുള്ള ഒരു അസറ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ 2 വർഷം മുമ്പ് ഞാനൊരു കാർ വാങ്ങി, കഴിഞ്ഞ മാസം ഞാൻ ആ കാർ വിറ്റു. ഇന്ന് എനിക്കതൊരു അസറ്റ് ആണോ? Is it presently with me? No. So asset എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ it should be a present economic resource ആയിരിക്കണം. So what is the meaning of economic resource? ഭാവിയിൽ നിങ്ങൾക്ക് ഈ അസറ്റിൽ നിന്ന് എന്തെങ്കിലും ഉള്ള ഇക്കണോമിക് ബെനിഫിറ്റ് കിട്ടണം. ഭാവിയിൽ ഈ അസറ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇക്കണോമിക് ബെനിഫിറ്റ് കിട്ടണം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ സേ കാറിൽ നിന്ന് ഭാവിയിൽ എനിക്ക് എന്ത് ഇക്കണോമിക് ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്? അത് വിൽക്കുമ്പോ കാശ് കിട്ടുമല്ലോ. ഒരു എക്യുപ്മെന്റ്, ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഫാക്ടറിയിലെ എക്യുപ്മെന്റ്, അതിൽ നിന്ന് എന്താ ഇക്കണോമിക് ബെനിഫിറ്റ് എനിക്ക് ഭാവിയിൽ കിട്ടാനുള്ളത്? റീസെയിൽ വാല്യൂ മാത്രമല്ല, അത് ഉപയോഗിച്ചിട്ട് എനിക്ക് പ്രൊഡക്ട്സ് ഉണ്ടാക്കി സെല് ചെയ്തൂടെ? So I can get revenue from it. That is also economic benefit. Is it clear? So basically economic resource എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് anything that has the capacity to generate future economic benefit, which has a capacity to generate future economic benefit. അതിനെയാണ് ഞാൻ ഇന്ന് വിളിക്കുന്നത് എക്കണോമിക് റീസോഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇത് പ്രസന്റ് ആയിരിക്കണം, അതൊരു ഇക്കണോമിക് ഞാൻ ചെലവാക്കുന്നത് ഒരു ഇക്കണോമിക് റിസോഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇക്കണോമിക് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവിയിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇക്കണോമിക് ബെനിഫിറ്റ്, ചിലപ്പോൾ അത് വിൽക്കുമ്പോഴാവും, ചിലപ്പോൾ അത് ഉപയോഗിച്ചായിരിക്കാം നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവുക. എന്തെങ്കിലും ഇക്കണോമിക് ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. I have written the word controlled by entity. ഞാൻ owned by എന്നല്ല എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? controlled by entity. owned എന്നല്ല. എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം പേരുള്ള അസറ്റ് ആവണോ നിർബന്ധമില്ല. ലീസിന് എടുക്കാറില്ലേ? ലീസിന് എടുക്കുമ്പോൾ അത് there is something called as right of use asset എന്ന് പറയും. അത് ആ അസറ്റ് ഇത്ര വർഷത്തേക്ക് എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഓണർഷിപ്പ് എനിക്കില്ല, പക്ഷെ അതിന്റെ മേലുള്ള എല്ലാ ഡിസിഷൻ എടുക്കുന്നത് ഞാനാണ്. എങ്ങനെ ഉപയോഗിക്കണം, എല്ലാ കാര്യങ്ങളും ഞാനാണ് അതിന്റെ ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പൊ ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് മൈ അസറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ഈവൻ ദോ അത് എന്റെ ഓണർഷിപ്പിൽ അല്ലെങ്കിൽ പോലും, ഞാൻ ലീസിനെടുത്ത അസറ്റ് ആണെങ്കിൽ കൂടി അത് എങ്ങനെ ഉപയോഗിക്കണം അതുമായിട്ടുള്ള എല്ലാ ഡിസിഷൻസ് എടുക്കുന്നത് ഞാനാണ്. സോ ഐ ക്യാൻ സ്റ്റിൽ കോൾ ഇറ്റ് ആസ് മൈ അസറ്റ്. അപ്പൊ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ഭയങ്കര നാരോ മൈൻഡഡ് ആണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പിലുള്ള സാധനം അല്ല. Asset is something that is controlled by entity. Controlled എന്നുള്ള വാക്ക് പറഞ്ഞാൽ where you have the power to take decisions on that asset. അതിന്റെ മേലുള്ള decisions എടുക്കാൻ വേണ്ടിയിട്ടുള്ള പവർ നിങ്ങളുടെ അടുത്താണെങ്കിൽ you have control. Is it clear? So please remember this. Control എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is basically the power to take decision. അത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കിട്ടാം. either ഓണർഷിപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടാം, നോർമൽ കേസ്, ഓർ എഗ്രിമെന്റ് വഴി നിങ്ങൾക്ക് കിട്ടാം. ഈവൻ ദോ നിങ്ങളുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ കൂടി നിങ്ങളുടെ ലെസറിന്റെ എഗ്രിമെന്റ് വഴി നിങ്ങൾക്ക് ആ കൺട്രോൾ കിട്ടാം. അപ്പൊ നിങ്ങളുടെ അസറ്റ് ആയി. നമ്മൾ അതിനെ റൈറ്റ് ഓഫ് യൂസ് അസറ്റ് എന്നാണ് വിളിക്കാറുള്ളത്. സാധാ അസറ്റ് പോലെയല്ല. ഇറ്റ് വിൽ ബി എ സെപ്പറേറ്റ് കാറ്റഗറി കോൾഡ് ആസ് റൈറ്റ് ഓഫ് യൂസ് അസറ്റ്. നിങ്ങൾ FR പഠിക്കും. ഓക്കെ, ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവന്റ്, പ്രസന്റ് ഇക്കണോമിക് റിസോഴ്സ് ആയിരിക്കണം, കൺട്രോൾഡ് ബൈ ദ എൻറ്റിറ്റി ആയിരിക്കണം, as a result of past event. അതെന്താ ഉദ്ദേശിക്കുന്നത്? as a result of past event, പണ്ട് എന്തോ ചെയ്തു വെച്ചതിന്റെ പേരിൽ ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഒരു പ്രസന്റ് ഇക്കണോമിക് റിസോഴ്സ് ആണ്. പണ്ട് എന്തായാലും ചെയ്തു വെച്ചിട്ടുണ്ടാവും. പണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ഇനി ലീസ്ഡ് അസറ്റ് ആണെങ്കിൽ പണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? എഗ്രിമെന്റിൽ എൻട്രി ചെയ്തിട്ടുണ്ടാവും. അതാണ് അവിടുത്തെ
പാസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് പണ്ട് എന്തോ ചെയ്തതിന്റെ പേരിൽ, പണ്ട് ഒന്നെങ്കിൽ പർച്ചേസ് ചെയ്തതാവാം അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിൽ എൻട്രി ചെയ്തതാവാം. പണ്ട് അത് ചെയ്തതിന്റെ പേരിൽ ഇന്ന് നിങ്ങളുടെ കൺട്രോളിലുള്ള ഒരു ഇക്കണോമിക് റീസോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇസ് കോൾഡ് ആസ് അസറ്റ്. സോ ഇറ്റ് ഇസ് എ പ്രസന്റ് ഇക്കണോമിക് റിസോഴ്സ് ആണ്. ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ളതായിരിക്കണം. ഇക്കണോമിക് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അതിൽ നിന്ന് ഇക്കണോമിക് ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ഓൺഡ് ബൈ ദ ബിസിനസ് പറയരുത്, കൺട്രോൾഡ് ബൈ ദ ബിസിനസ്. അപ്പൊ കൺട്രോൾ ചെയ്യാൻ ഒന്നെങ്കിൽ ഓണർഷിപ്പ് ഉണ്ടാവും കയ്യിൽ, അല്ലെങ്കിൽ എഗ്രിമെന്റ് ഉണ്ടാവും. കൺട്രോൾഡ് ബൈ എ ബിസിനസ് ആസ് എ റിസൾട്ട് ഓഫ് സം പാസ്റ്റ് ഇവന്റ്. ഇതെല്ലാം കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സാധനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസറ്റ് എന്ന് വിളിക്കുന്നത്. സോ യു തിങ്ക് അബൌട്ട് വി ഗൈഡ്. വി ഗൈഡ് എന്തൊക്കെയായിരിക്കും അസറ്റ് ആയിട്ട് കാണിക്കാനുള്ളത്? വി ഗൈഡ് എന്തൊക്കെയായിരിക്കും അസറ്റ് ആയിട്ട് കാണിക്കാനുള്ളത്? ഫർണിച്ചർ ഇസ് ആൻ അസറ്റ്. ഇപ്പൊ ഉള്ളതാണ്, നിലവിലുള്ളതാണ്. കൺട്രോൾഡ് ബൈ, അത് എപ്പം വിൽക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഡിസിഷൻ ഇസ് ഓൾ ഓൺ വി ഗൈഡ്. ഇറ്റ്സ് എൻ ഇക്കണോമിക് റീസോഴ്സ്. അത് ഇപ്പൊ നമുക്ക് യൂസ് ചെയ്ത്, ഈ ഫർണിച്ചർ ഇല്ലെങ്കിൽ വി കാൻ ബ്രിങ് ഇൻ സ്റ്റുഡൻസ് ഹിയർ. സ്റ്റുഡൻസ് വന്നാലാണ് റവന്യൂ കിട്ടുന്നത്. നാളെ ഈ ഫർണിച്ചർ നമുക്ക് വേണേൽ മറിച്ചു വിൽക്കാനും പറ്റും. സോ ഇറ്റ് ഈസ് എൻ ഇക്കണോമിക് റീസോഴ്സ്. ഇന്നല്ല, ഭാവിയിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇക്കണോമിക് ബെനിഫിറ്റ് കിട്ടും. കൺട്രോൾഡ് ബൈ ദ എൻറ്റിറ്റി ആണ് ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവന്റ്. പണ്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അസറ്റ് ഉണ്ടാവും. സോ ദ ഫർണിച്ചർ ഇസ് എൻ അസറ്റ്. പിന്നെ വേറെന്താ അസറ്റ് ഉള്ളത്? Electronic items are all assets. Okay. പിന്നെ can I say employee is an asset of this business? Employee is an asset of this business. അത് അവരെ സോപ്പിടാൻ നമുക്ക് പറയാൻ പറ്റും. ബട്ട് അക്കൗണ്ടിങ് ടേംസിൽ അത് തെറ്റാ. Can you control your employees? Can you say that ജീവിതകാലം മുഴുവൻ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, വേറെ എവിടെയും പോകാൻ പറ്റത്തില്ല എന്ന്? അവർക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ നിന്ന് പോകാൻ പറ്റും. Agree? So V-Guide doesn't have control over its employees. ബോണ്ടിന്റെ കേസാണ്. ബോണ്ടിന്റെ കേസാണ് അത്രയും വർഷത്തേക്ക്. പക്ഷെ എന്നാലും യു കനോട്ട് കൺട്രോൾ ദം. ഓൾസോ അവരുടെ അടുത്ത് നിങ്ങൾക്ക് ഇക്കണോമിക് റിസോഴ്സ് കിട്ടും. ഇക്കണോമിക് റിസോഴ്സ് ആണ് നിങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടിയിൽ പറയാൻ പറ്റും? അവർ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ? ദേ ക്യാൻ മേക്ക് ലോസസ് ഫോർ യു ആസ് വെൽ, റൈറ്റ്? അവർ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്താലല്ലേ നിങ്ങൾക്ക് ഭാവിയിൽ ബെനിഫിറ്റ് വരത്തുള്ളൂ. ക്യാൻ യു ഗ്യാരണ്ടി ദാറ്റ് ദേ വിൽ ഗീവ് യു ഇക്കണോമിക് ബെനിഫിറ്റ്? അങ്ങനെ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. സോ നമ്മൾ ഈ മീറ്റിംഗ്സിലൊക്കെ, ടീം മീറ്റിംഗ്സിലൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പറയാം എംപ്ലോയീസ് ആർ ആൻ അസറ്റ് ഓഫ് എ ബിസിനസ്. പക്ഷെ ഒരു ബിസിനസ്സും അവരുടെ SOFP എംപ്ലോയീസ് അസറ്റ് ആയിട്ട് കാണിക്കൂല. ബിക്കോസ് അക്കൗണ്ടിങ് ടേമിൽ അത് നടക്കില്ല. കാരണം ഈ പറയുന്ന ഡെഫിനിഷൻസ് അതിന് മീറ്റ് ആവില്ല. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഇസ് നോട്ട് എൻ ഇക്കണോമിക് റീസോഴ്സ്. കമ്പനിയുടെ കൺട്രോൾ ഉള്ളതല്ല എംപ്ലോയീസ് എന്ന് പറയുന്നത്. സോ ദേ ആർ നോട്ട് ആൻ ഇക്കണോമിക്, സോ ദേ ആർ നോട്ട് കൺസിഡേർഡ് ആസ് ആൻ asset. Theoretically പറയാം, we say employee നമ്മുടെ asset ആണ്, employee നമ്മുടെ asset ആണ്. They are not asset of the business. Is it clear? Got it? So asset ആയിട്ട് ക്ലാസിഫൈ ആണെങ്കിൽ ഇത്രയും കണ്ടീഷൻസ് അവിടെ മീറ്റ് ചെയ്യും. ഇത്രയും ഓക്കെ ആണോ? ഇനി അസറ്റ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. Asset can be categorized as non, ഇനി നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകളാണ്. നോൺ കറന്റ് അസറ്റ്, നോൺ കറന്റ് അസറ്റ് and current asset. ഇത് സയൻസുകാർക്ക് വേണ്ടിയിട്ടാണ്. ഇതിന് കോമേഴ്സുകാർക്ക് അത്യാവശ്യം നല്ല ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആണ്. നോൺ കറന്റ് അസറ്റ് ആൻഡ് കറന്റ് അസറ്റ്. വാട്ട്സ് ദി മീനിങ് ഓഫ് നോൺ കറന്റ് അസറ്റ്? നോൺ കറന്റ് അസറ്റ്, നോൺ കറന്റ് അസറ്റ് അസറ്റ് ആണ്, അതിൽ സംശയമൊന്നുമില്ല. നോൺ കറന്റ് അസറ്റ് എന്ന് വിളിക്കാൻ കാരണം അല്ല, രണ്ടിലും ഇക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടല്ലോ. നോൺ, നിങ്ങൾ പറയാം നോൺ കറന്റ് അസറ്റ് എന്ന് വിളിക്കാൻ കാരണം ഒരു വർഷത്തിൽ കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെക്കുന്ന അസറ്റുകളെയാണ് എന്ന് വിളിക്കുന്നത് നോൺ കറന്റ് അസറ്റ് ഓർ ലോങ് ടേം അസറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദീസ് ആർ അസറ്റ്സ് ടു ബി യൂസ്ഡ് ഫോർ മോർ ദാൻ 12. These are assets to be used for more than 12 months. Clear ആണോ? These are called as non-current assets. Non-current assets means used for more than 12 months. അപ്പൊ എന്തായിരിക്കും കറന്റ് അസറ്റ്സ് എന്ന് പറഞ്ഞാല്? യൂസ്ഡ് വിത്തിൻ 12 months. 12 മാസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കുന്ന അല്ലെങ്കിൽ സെറ്റിൽ ചെയ്ത് തീർക്കുന്ന, നമുക്ക് ക്യാഷ് ആയിട്ട് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ കറന്റ് അസറ്റ് എന്ന് വിളിക്കുന്നത്. Okay, Myra,
മിസ് ക്ലിയർ ആണോ? അതെ. Give me examples of non-current asset and current asset for V guide. Okay, furniture is a non-current asset. Electronic equipment is a non-current asset. E-building, let's say they own the building, so the building and land is also a non-current asset. ഇതൊക്കെ ഒരു വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ പർച്ചേസ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ it is considered as non-current asset. Within 12 months ഉപയോഗിച്ച് തീർക്കുക അല്ലെങ്കിൽ കാശായിട്ട് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ടുള്ളതിനെയാണ് എന്ന് വിളിക്കുന്നത് കറന്റ് അസറ്റ് എന്ന് വിളിക്കുന്നത്. Give me a couple of examples. എംപ്ലോയിനെ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ലല്ലോ. എംപ്ലോയി ഇസ് നോട്ട് an asset. കാരണം ഇറ്റ്സ് നോട്ട് വിത്തിൻ our control, it is not an economic resource. അപ്പൊ അത് നമ്മൾ നോക്കണ്ട. Cash itself is a current asset. Do you see നമ്മൾ എക്സാമ്പിൾ flowers and പ്ലാന്റ്സ് എന്ന് കണ്ടായിരുന്നു നമ്മൾ ലൈസയുടെ എക്സാമ്പിളില്. അത് അവർ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം. അതെന്തായാലും ഒരു വർഷം കൂടുതൽ നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഉദ്ദേശം എത്രയും പെട്ടെന്ന് അത് വിറ്റ് തീർക്കുക എന്നുള്ളതല്ലേ നിങ്ങളുടെ ഇന്റൻഷൻ. പക്ഷെ നമ്മൾ മുമ്പ് ചെയ്ത ഒരു എക്സാമ്പിൾ ഇല്ലായിരുന്നു. ആ എക്സാമ്പിൾ ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് കണ്ടായിരുന്നോ? യെസ്. നമ്മുടെ ഉദ്ദേശം എത്രയും പെട്ടെന്ന് വിറ്റ് കാശാക്കുക എന്നുള്ളതല്ലേ. നമ്മൾ ആരെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ വിൽക്കാൻ വെക്കുന്ന സാധനം കുറെ വർഷം ഇരിക്കണമെന്ന് ആഗ്രഹിക്കുക ഇല്ലല്ലോ. എത്രയും പെട്ടെന്ന് വിറ്റ് കാശാക്കുക നമ്മൾ ഉദ്ദേശിക്കുക. So it is together called as inventory. എന്ത് സാധനമാണോ അവരുടെ മെയിൻ ട്രേഡ് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അതിനെയാണ് എന്തെന്ന് വിളിക്കുക? ഇൻവെന്ററി. ഇല്ല, ഇറ്റ്സ് എ സർവീസ് സെക്ടർ. മാനുഫാക്ചറിങ്, ഹോൾസെയിൽ, റീറ്റെയിൽ സെക്ടറുകൾക്കാണ് എന്തുള്ളത്? ഇൻവെന്ററി ഉള്ളത്. വി ഗൈഡ് ഇസ് എ സർവീസ് സെക്ടർ, വി ഡോണ്ട് ഹാവ് ഇൻവെന്ററി. പക്ഷെ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പൊ അവരുടെ തന്നെ പേരടിച്ചിട്ടുള്ള നോട്ട് ബുക്സ്, അവരുടെ തന്നെ പേരടിച്ചിട്ടുള്ള ഫാക്കൽറ്റി നോട്ട്സ് അങ്ങനെയൊക്കെ തരാറില്ലേ? അപ്പൊ അവർക്ക് ഇൻവെന്ററി ആയിട്ട് കൗണ്ട് ചെയ്തുകൂടെ? അപ്പൊ ഇങ്ങനെയാ പറയുന്നത്, മാനുഫാക്ചറിങ്, ഹോൾസെയിൽ, റീറ്റെയിൽ സെക്ടറുകൾക്ക് ഇൻവെന്ററിയുടെ അളവ് കൂടുതലായിരിക്കും. സർവീസ് സെക്ടറിൽ ഒന്നെങ്കിൽ ഇൻവെന്ററി 0 അല്ലെങ്കിൽ ഇൻവെന്ററി വിൽ ബി ലോവർ കമ്പയർഡ് ടു ദ മാനുഫാക്ചറിങ് സെക്ടർ. ഇസ് ഇറ്റ് ക്ലിയർ? ഇത് സർവീസ് സെക്ടർ ആണ്. ഇവിടെ ഇൻവെന്ററി ഇല്ല. ഇവിടെ ഇൻവെന്ററി നോക്കുകയോ വേണ്ട. ബട്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ഐ സീൻ ദേ ഹാവ് ദെയർ ഓൺ ബുക്സ്. അവരുടെ തന്നെ മെർച്ചൻഡൈസസ് ഒക്കെ കാണാറില്ല. അവരുടെ തന്നെ പേരടിച്ചിട്ടുള്ള പെന്ന്, നോട്ട് പാഡ്സ്, അവരുടെ തന്നെ പേരടിച്ചിട്ടുള്ള വാട്ടർ ബോട്ടിൽസ്, മഗ്, ടെക്സ്റ്റ് ബുക്സ് അങ്ങനെയൊക്കെ കാണാറില്ല. ദാറ്റ് ഇസ് ഇൻവെന്ററി ഫോർ ദം. ഓക്കെ. സോ സർവീസ് സെക്ടറിൽ കുറവാണ് കമ്പയർഡ് ടു മാനുഫാക്ചറിങ് സെക്ടർ. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ട്. സോ ഇൻവെന്ററി, പിന്നെ ക്യാഷ് ഇൻവെന്ററി, വേറെ ചെറിയ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ കാണത്തില്ലേ? ഒരു വർഷത്തിനുള്ളിൽ കാശാക്കുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ, ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്നൊക്കെ പറയും. സോ അതവിടെ ഇട്ടേക്കാം. പിന്നെ have you heard about the word trade receivable? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ട്രേഡ് റിസീവബിൾസ്, ഡെറ്റേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ടോ? നമുക്ക് പൈസ തരാനുള്ള ആൾക്കാർ, ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് പൈസ തന്നു തീർക്കാനുള്ള ആൾക്കാർ, they are called as debtors. Now the thing is, നമ്മൾ ഇവർക്ക് കടത്തിന് സാധനം വിറ്റു. ഓക്കെ, ഒരു വർഷത്തിനുള്ള അവർ സെറ്റിൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് നമുക്കൊരു അസറ്റ് ആണ്. നമുക്ക് എന്ത് അസറ്റ് ആണത്? കറന്റ് അസറ്റ് ആണ്. ബിക്കോസ് വിത്തിൻ 12 months we will be able to recover the money. ഇപ്പൊ ട്രേഡ് റിസീവബിൾസിന്റെ മീനിങ് നമ്മൾ ക്രെഡിറ്റിൽ വിൽക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു അസറ്റ് ആണ് എന്ത്? ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ. ലെറ്റ്സ് സേ വി ഗൈഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്, അതായത് നിങ്ങൾ ഇപ്പം പേയ്മെന്റ് തരണ്ട, ഫുൾ ബാച്ച് കഴിഞ്ഞ് ഓഗസ്റ്റ് എൻഡിലേക്ക് നിങ്ങൾ പേയ്മെന്റ് തന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ എല്ലാവരും വി ഗൈഡിന്റെ ട്രേഡ് റിസീവബിൾസ് ആണ്. വി ഗൈഡിന് നിങ്ങൾ എല്ലാവരും ട്രേഡ് റിസീവബിൾസ് ആണ്. വിത്തിൻ 12 months ക്യാഷ് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തരുന്നത് അല്ലെങ്കിൽ സർവീസ് തരുന്നത്. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് ട്രേഡ് റിസീവബിൾസ്. ഇസ് ഇറ്റ് ക്ലിയർ? സോ ക്യാഷ്, ഇൻവെന്ററി, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സ്, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ഇൻ ഹാൻഡ് വരാം, ക്യാഷ് അറ്റ് ബാങ്ക് വരാം, ക്യാഷ് അറ്റ് ബാങ്ക് വരാം. ഓക്കെ, ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആവാം,
ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് വരില്ല, കാരണം ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വർഷത്തിൽ എടുക്കാൻ പറ്റൂലല്ലോ. 10-15 വർഷം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ നമ്മൾ അത് എടുക്കുന്നത്. അപ്പൊ നമ്മൾ അത് നോക്കണ്ട. നോർമലി നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഉണ്ടാകത്തില്ലേ, നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഉണ്ടാവുന്ന ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, ഇൻവെന്ററി, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്, ട്രേഡ് റിസീവേഴ്സ് ആൻഡ് ഡെറ്റേഴ്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കറന്റ് അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. Can I proceed? So what is the meaning of inventory? Again, I want to elaborate. What is the meaning of inventory? Assets held for resale purpose. മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന അസറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻവെന്ററി എന്ന് വിളിക്കുന്നത്. This is especially for a retailer or wholesaler. But let me ask you, what is the inventory for a manufacturing business? ഒരു മാനുഫാക്ചറിങ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അവരുടെ ഇൻവെന്ററി? എന്തായാലും ഒരു മാനുഫാക്ചർ ചെയ്ത സാധനം അവരുടെ ഇൻവെന്ററി ആണ്. ഓക്കെ, വേറെ എന്തെങ്കിലും? It's a shirt manufacturing business. Shirt manufacturing business. അപ്പൊ നിങ്ങളൊരു ഷർട്ട്, ഇവർ രണ്ടുപേരും, ഷീ ഈസ് എ റീറ്റെയിലർ, ഷീ ഈസ് എ ഹോൾസെയിലർ ഓഫ് ഷർട്ട്. അവർക്ക് എന്താ ഇൻവെന്ററി? ഫൈനൽ പ്രൊഡക്റ്റ് ഷർട്ട്. You guys are manufacturers of shirt. നിങ്ങൾക്ക് എന്താ അപ്പൊ ഇൻവെന്ററി? The material, the thread, the buttons, the glue. അതൊക്കെ നിങ്ങൾക്ക് ഇൻവെന്ററി അല്ലേ? പിന്നെ ഒരു പോയിന്റില് ഫിനിഷ് പ്രൊഡക്റ്റും ആയിട്ടില്ല, എന്ന പ്രൊഡക്ഷൻ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളുടെ ഇൻവെന്ററി അല്ലേ? ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് ഇരിക്കുന്ന കുറച്ച് പ്രൊഡക്ട്സ് കാണുമല്ലോ, ദാറ്റ് ഇസ് ഓൾസോ യുവർ ഇൻവെന്ററി. സോ ഒരു മാനുഫാക്ചറിങ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെന്ററി എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽ അതിൽ വരാം. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ എക്സാമ്പിളില് ദ കോട്ടൺ, ത്രെഡ്, ബട്ടൺസ്, ബ്ലൂ, അതൊക്കെ റോ മെറ്റീരിയൽ ആണ്. നെക്സ്റ്റ് ഇസ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയും. വാട്ട്സ് ദ മീനിങ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്? അതായത് ഞാൻ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേനും 3rd June 2025 ഞാൻ അത് എന്റെ SOF പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റും ആയിട്ടില്ല, എന്നാ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദിസ് പോയിന്റ് ഞാൻ ഇന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടില്ല, എന്നാൽ കൈ ഫിറ്റ് ചെയ്തിട്ടില്ല, ഓൾറെഡി ബട്ടൺസ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്, സ്ലീവ്സ് ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഫൈനൽ പ്രൊഡക്റ്റും ആയിട്ടില്ല, എന്നാൽ പ്രൊഡക്ഷൻ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് വാട്ട് വി കോൾ ആസ് വർക്ക് ഇൻ പ്രോഗ്രസ്. അറ്റ് എ പോയിന്റ് ഓഫ് ടൈം, നമ്മൾ എടുത്ത് നോക്കുന്ന ആ പോയിന്റില് it shouldn't be a finished product, but it should have started its production stage as well. That is what we call as work in progress. Is it clear? And the last one is finished goods. Last one is finished goods. So for a manufacturing business, inventory is raw material, work in progress and finished goods. For a wholesaler or retailer, it is simply the assets held for resale. There are ഫിനിഷ് ഗുഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇവർ വാങ്ങുന്ന സാധനമാണ് ഇവരുടെ ഇൻവെന്ററി. നിങ്ങൾക്ക് റോ മെറ്റീരിയൽ ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ഇല്ല. ആ ഫൈനൽ പ്രോഡക്റ്റ് നിങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ ഇൻവെന്ററി. ഇത്രയും മനസ്സിലായോ? ക്ലിയർ? മഹിറ, ഇൻവെന്ററിയുടെ മീനിങ് മനസ്സിലായല്ലോ? അസറ്റ്സ് ഹെൽഡ് ഫോർ റീസെയിൽ പർപ്പസസ്. സോ I'm going to give you an example, okay? Tell me, this is a computer retailer. And there is V-Guide. രണ്ടുപേരുടെ അടുത്ത് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. രണ്ട് ബിസിനസ് ആണ്. V-Guide കമ്പ്യൂട്ടർ എന്താണ്? കറന്റ് അസറ്റ് ഓർ നോൺ കറന്റ് അസറ്റ്? V-Guide കമ്പ്യൂട്ടർ എന്താണ്? കറന്റ് അസറ്റ് ഓർ നോൺ കറന്റ് അസറ്റ്? ഒരു വർഷത്തിൽ കൂടുതൽ എന്തായാലും ഇവർ ഉപയോഗിക്കുമല്ലോ. സോ ദിസ് ഇസ് നോൺ കറന്റ് അസറ്റ് പാർട്ട്. കമ്പ്യൂട്ടർ റീറ്റെയിലർക്ക് ഇത് കറന്റ് അസറ്റ് ആണോ നോൺ കറന്റ് അസറ്റ് ആണോ? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ കറന്റ് അസറ്റ്?
inventory. For them, this is current asset. കാരണം അവരിത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സാധനമാണ്. ഒരു വർഷത്തിനുള്ളിൽ വിറ്റ് കാശാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണ് കമ്പ്യൂട്ടർ. ഫോർ എ കമ്പ്യൂട്ടർ റീറ്റെയിലർ ഇറ്റ് ഇസ് ഇൻവെന്ററി, ദാറ്റ് ഇസ് കറന്റ് അസറ്റ്. ബട്ട് ഫോർ V-Guide ഇറ്റ് ഇസ് എ നോൺ കറന്റ് അസറ്റ്. അപ്പൊ ഒരിക്കലും ഒരു അസറ്റ് പോലും ഇത് എപ്പോഴും കറന്റ് അസറ്റ് ആണ് നോൺ കറന്റ് അസറ്റ് ആണ് പഠിക്കരുത്. ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ബിസിനസ്, വെദർ ഇറ്റ് ഫോൾസ് അണ്ടർ കറന്റ് അസറ്റ് ഓർ നോൺ കറന്റ് അസറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ഫോർ എക്സാമ്പിൾ ലാൻഡ്, ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ സംബന്ധിച്ചിടത്തോളം ലാൻഡ് അയാൾക്ക് ഇൻവെന്ററി പോലെയാണ്. ഓക്കെ, ബിൽഡിംഗ് ഒരു കോൺട്രാക്ടറിനെ സംബന്ധിച്ചിടത്തോളം ബിൽഡിംഗ് അയാൾക്ക് ഒരു ഇൻവെന്ററി പോലെയാണ്. മറ്റ് ബിസിനസ്സുകൾക്ക് ബിൽഡിംഗ് എപ്പോഴും എന്തായിരിക്കും? നോൺ കറന്റ് അസറ്റ് ആയിരിക്കും. ഒരു കാർ റീറ്റെയിലറിനെ ഓർത്താൽ മതി. കാർ പൊതുവെ ബിസിനസ്സുകൾക്ക് നോൺ കറന്റ് അസറ്റ് ആണ്. പക്ഷെ ഫോർ എ കാർ റീറ്റെയിലർ ഇറ്റ് ഇസ് എ കറന്റ് അസറ്റ്, ഇറ്റ്സ് എൻ ഇൻവെന്ററി. So never study ഇത് ഇന്ന ലിസ്റ്റ് വരും ഇതിന്റെ ലിസ്റ്റ് അങ്ങനെയല്ല. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ബിസിനസ്. ഇത് ഒരു പ്രാവശ്യം എക്സാം ഒരു MCQ ഉണ്ടായിരുന്നു. They've given you ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്, അതിനൊരു അസറ്റ് വന്നിട്ടുണ്ടായിരുന്നു. We need to classify whether it is current asset or non current asset. അപ്പൊ അവിടെ ഈ പണ്ടത്തെ സാധനം അതേപടി പഠിച്ചു പോയ ആൾക്കാർ അത് നോൺ കറന്റ് അസറ്റ് ആയിട്ടാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി ഇറ്റ് വാസ് സം കൈൻഡ് ഓഫ് ആൻ ഇൻവെന്ററി ആയിരുന്നു. ഇറ്റ് വാസ് എ കറന്റ് അസറ്റ് ആയിരുന്നു സംഭവം. വ്യത്യാസം മനസ്സിലായോ? Is it clear? So remember, current asset or non-current asset depends on the. This depends on the nature of business. Depends on the nature of business. Depends on the nature of business. Non-current asset which is held for more than 12 months. So V-Guide in the computer is a non-current asset. But for a computer retailer, they want to sell it as soon as possible. So use within 12 months cash to convert here. For them, that is current asset, and current asset it is inventory as well. Is it clear? Next one. So that is about inventory. Receivables, and what is the meaning of receivables? Trade receivables are consequences of credit sales. Consequences of credit sales. കടത്തിന് സാധനങ്ങൾ വിൽക്കുമ്പോൾ അവിടെ ബിസിനസ്സിന് റെഡി ക്യാഷ് കിട്ടുന്നില്ല. അതിന് പകരം അവർക്ക് വരുന്ന ഒരു അസറ്റ് ആണ് ട്രേഡ് റിസീവബിൾ. പൈസ തരാനുള്ള ആൾക്കാർ. നമുക്കൊരു അസറ്റ്, ബിസിനസ്സിന് ഒരു അസറ്റ് അല്ലേ? പൈസ കിട്ടിയിട്ടില്ല, പക്ഷെ പൈസ തരാനുള്ള കടക്കാരായല്ലോ. That is an asset for the business. So trade receivables are consequences of credit sales. So these can be businesses or individuals that owes money to ഇതൊരു വ്യക്തിയാവാം, മറ്റു ബിസിനസ്സുകളാവാം. That owes money to the respective ബിസിനസ്സിന് പൈസ കൊടുക്കാനുള്ള വ്യക്തികളാവാം, അല്ലെങ്കിൽ മറ്റു ബിസിനസ്സുകളാവാം. Which owes money to the business. They are called as trade receivables. They are a consequence of credit sales. Okay. One more classification of asset, and we will take a small break. So next is assets ne namukku vera rendu categorization kodukkan vendi pattum. One is called, this is depending on their physical existence. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. Tangible assets എന്നും intangible കേട്ടിട്ടുണ്ടോ? Can you tell me the difference between these two? Okay. So that is actually the definition that we normally say. The assets which can be seen, touched, felt, they are tangible assets, and asset അങ്ങനെ ഇല്ലാത്തതെല്ലാം intangible. Okay, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ asset which has a physical substance or physical existence ഉള്ള അസറ്റുകളെയാണ് നിങ്ങൾ പറഞ്ഞ അതേ സാധനം തന്നെ, കാണാനും തൊടാനും പറ്റുന്ന അസറ്റ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് പറയുന്നത് that's all, which has a physical substance or physical existence. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ടാഞ്ചിബിൾ അസറ്റ് എന്ന് വിളിക്കുന്നത്. സോ ചുരുക്കത്തിൽ പറഞ്ഞ ഫർണിച്ചർ, കാർ, ബിൽഡിംഗ്, equipments all fall under this category. And what do you mean by intangible asset? Do not have a
do not have a physical existence. Physical existence ഇല്ലാത്ത അസറ്റുകളെയാണ് we call it as intangible asset. So you might have heard the word patent, copyright, trademark. ഗുഡ്വിൽ ഉണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഗുഡ്വില്ലിന്റെ കാര്യം. നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച പോലെയോ ഡിഗ്രിയിൽ പഠിച്ച പോലെയോ അല്ല. ഗുഡ്വിൽ ഉണ്ട്. എന്തോ റിസീവേഴ്സ് ഇല്ല. ട്രേഡ് റിസീവേഴ്സ് ഇസ് ബേസിക്കലി ടാഞ്ചിബിൾ അല്ല ഇൻടാഞ്ചിബിൾ. ഇറ്റ്സ് കോൾഡ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ഇറ്റ്സ് വേറെ തന്നെ ഒരു കാറ്റഗറിയാണ്. പിന്നെ there is a business there, ഒരു ബിസിനസ് എൻറ്റിറ്റി ഉണ്ടല്ലോ നമുക്ക് പൈസ തരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെ പൊതുവെ നമ്മൾ ഇൻടാഞ്ചിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. ഇൻടാഞ്ചിബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പേറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഗുഡ്വിൽ. പിന്നെ നിങ്ങൾ ഇവിടെ മാത്രം പഠിക്കാൻ പോകുന്ന ഒരു സാധനമാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. നിങ്ങൾ ഇതിന് മുമ്പ് കേൾക്കാൻ ചാൻസ് ഇല്ല. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇതൊക്കെയാണ് നമ്മൾ എന്തായി ട്രീറ്റ് ചെയ്യുന്നത്, ഇൻടാഞ്ചിബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ട്രേഡ് റിസീവേഴ്സ് നോർമലി ഇൻടാഞ്ചിബിൾ പറയാറില്ല. It doesn't have a physical existence. എന്ന് പറഞ്ഞാൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന പേപ്പറിലാണ്. ഇതൊരു we cannot see, touch, experience this. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് വിളിക്കുക. സോ പേറ്റന്റ് കേട്ടിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ ഒരു റെസിപ്പി പേറ്റന്റ് ചെയ്യാന്ന് കേട്ടിട്ടില്ല. ഇപ്പൊ KFCയുടെ റെസിപ്പി പേറ്റന്റഡ് ആണ്. അതായത് വേറൊരു ബിസിനസ്സുകൾക്ക് ആ റെസിപ്പി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതെങ്ങനെയാണ് ഒരു അസറ്റ് ആവുന്നത്? ഇന്ന് അവരുടെ കയ്യിലുള്ള ഒരു കൺട്രോളിലുള്ള ഒരു റെസിപ്പിയാണ്. അതിൽ നിന്ന് അവർക്ക് ഭാവിയിൽ ഇക്കണോമിക് റിസോഴ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇക്കണോമിക് ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ആ റെസിപ്പി ഉപയോഗിച്ച് അവർക്ക് വേണമെങ്കിൽ എന്താ പറയാ ഡിഷസ് ഉണ്ടാക്കി വിറ്റ് ലാഭം ഉണ്ടാക്കാം. ആ പേറ്റന്റ് തന്നെ അവർക്ക് മറച്ചു വിൽക്കാൻ പറ്റും. They can even sell that patent and make money. അവർക്ക് വേറൊരു ബിസിനസ് അത് മറച്ചു വിറ്റാൽ മതി. So it is an economic resource and it is controlled by the entity and as a result of an agreement or a past event. So that is called as patent. നോർമലി കോപ്പിറൈറ്റ് വരാറുള്ളത് ഈ ഇന്റലക്ച്വൽ സാധനങ്ങൾ, കഥ, അതേപോലെ തന്നെ മൂവീസ്, ബുക്സ്, മ്യൂസിക്സ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിക്കൊക്കെയാണ് കോപ്പിറൈറ്റ് വരാറുള്ളത്. അഗൈൻ ഈ സെയിം സാധനം തന്നെ, വേറൊരാൾക്ക് അത് കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല. ട്രേഡ് മാർക്ക് യൂഷ്വലി കാണാറുള്ളത് സിംബൽസ്, ലോഗോസ് ഒക്കെയാണ് ട്രേഡ് മാർക്സ് വെക്കാറുള്ളത്. സോ ദാറ്റ് നോൺ ആസ് കോപ്പീസ്. അപ്പൊ ഇതിനൊക്കെ പർപ്പസ് എന്താണ്, സെയിം തന്നെയാണ്. ഓക്കെ. പിന്നെ ഗുഡ്വിൽ റിസർച്ച് ലെവൽ അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെ അതിനെ കുറിച്ച് സംസാരിക്കാം. വി ഹാവ് എ ചാപ്റ്റർ ഫോർ ദാറ്റ്. ഒരു കാര്യം കൂടെ, ലെറ്റ് മീ ആസ്ക്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ റോയൽറ്റി എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? റോയൽറ്റി പേ ചെയ്യണം, റോയൽറ്റി പേ ചെയ്യണമെന്ന്. മൈ ക്വസ്റ്റ്യൻ ഈസ് റോയൽറ്റി പാർട്ട് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്? റോയൽറ്റി എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു പേറ്റന്റ് അല്ലെങ്കിൽ ഒരു കോപ്പിറൈറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും ലൈക്ക് മെമ്പർഷിപ്പ് ഫീ പോലെ തന്നെ അത് റിന്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, പൈസ അടയ്ക്കണം. ഇറ്റ്സ് എ റെക്കറിംഗ് എക്സ്പെൻസ് ആണ്. ഇതൊരു അസറ്റ് അല്ലാതെ ഒരു നിങ്ങൾക്ക് എല്ലാ വർഷവും വരുന്ന ഒരു ചെലവ് മാത്രമാണ്. ഇറ്റ് ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് എ ഇൻടാഞ്ചിബിൾ അസറ്റേ അല്ല. ഇറ്റ്സ് ജസ്റ്റ് എ എക്സ്പെൻസ്. ഇറ്റ് ഇസ് ജസ്റ്റ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. സ്റ്റുഡൻസിന് കുറെ പേര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെന്നാണ്. ബട്ട് റോയൽറ്റി പേയ്മെന്റ്സ് ആർ ജസ്റ്റ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. സാധാ ഒരു എക്സ്പെൻസ് ആണത്. അല്ല, അവർക്ക് കിട്ടുന്ന ഒരു ഇൻകം ആണ്. കിട്ടുന്നവർക്ക് ഇൻകം, കൊടുക്കുന്നവർക്ക് എക്സ്പെൻസ്. ദാറ്റ് ഇസ് ദ ഐഡിയ. കോപ്പിറൈറ്റ് ആരും എനിക്ക് തരുന്നില്ല. കോപ്പിറൈറ്റ് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ എടുക്കുന്ന ഒരു അവകാശമാണ്. on which I need to make a legal payment. ആ legal payment ആണ് എന്ത്, റോയൽറ്റി പേയ്മെന്റ് എന്ന് പറയുന്നത്. So I get clear? So I pay to that registered entity ക്ക് ഞാൻ എന്ത് ചെയ്യുവാണ്, ആ പേയ്മെന്റ് കൊടുക്കുവാണ്. So it is not എന്റെ എക്സ്പെൻസ് ആണ്, കിട്ടുന്ന ആളുടെ ഇൻകം ആണ്. ഇറ്റ് ഇസ് നോട്ട് എൻ അസറ്റിലേക്ക് അത് വരൂല. റോയൽറ്റി ഈസ് എ മന്ത്ലി ഓർ എ ഇയർലി പേയ്മെന്റ്, ലൈക് സബ്സ്ക്രിപ്ഷൻ പേയ്മെന്റ് പോലെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്. So I get clear? ഇൻടാഞ്ചിബിളിലേക്ക് എടുക്കരുത്. ഇനി ടാഞ്ചിബിൾ അസറ്റ് ആണ് വിച്ച് ഹാസ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. സോ നിങ്ങൾ പഠിച്ച മെജോറിറ്റി സാധനം ടാഞ്ചിബിൾ കാറ്റഗറിയിലാണ് വരുന്നത്. ഇൻടാഞ്ചിബിളിൽ ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇത് ഞാൻ ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗുഡ്വിൽ. So these are the classification of assets. Okay. One last thing. I use the word current asset and non-current asset, right? So my SOFP ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്
31st March 2025 SOFP ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. There is a current asset. Current asset എന്ന് പറയുന്നത് ഒരു ട്രേഡ് റിസീവബിൾ ആണ് 3000. So what is the meaning of that? Current asset ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 12 മാസത്തിനുള്ളിൽ കാശായിട്ട് കിട്ടേണ്ട അസറ്റ് ആണ് എന്ത് വിളിക്കുന്നത്? കറണ്ട് അസറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ്? കഴിഞ്ഞ ഒരു 12 മാസത്തിനുള്ളിൽ റിക്കവർ ചെയ്യേണ്ട അസറ്റ് ആണോ കറണ്ട് അസറ്റ്? അതോ ഫ്രണ്ടിലേക്ക് ഒരു 12 മാസത്തിനുള്ളിൽ റിക്കവർ ചെയ്യേണ്ട അസറ്റ് ആണോ കറണ്ട് അസറ്റ്? ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു നോ. ഞാനത് 31st March 2025 എന്റെ കറണ്ട് അസറ്റ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ മൈ ക്വസ്റ്റ്യൻ ഇസ്, ബാക്കിലേക്ക് 1 ഇയറിനുള്ളിൽ ഞാൻ റിക്കവർ ചെയ്യേണ്ടതായിരുന്നു, അതോ ഇനി ഫ്രണ്ടിലേക്ക് 12 മന്ത്സിനുള്ളിൽ ഞാൻ റിക്കവർ ചെയ്യേണ്ട അസറ്റ് ആണോ? അത് വിത്തിൻ ദ നെക്സ്റ്റ് 12 മന്ത്സിൽ ഞാൻ കാശാക്കേണ്ട അസറ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കറണ്ട് അസറ്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഏത് പോയിന്റ് ആണ് നിങ്ങളുടെ SOF പ്രിപ്പയർ ചെയ്യുന്നത്, അതിന്റെ ഫ്രണ്ടിലേക്ക് 12 മന്ത്സിനുള്ളിൽ വിറ്റ് കാശാക്കേണ്ട അസറ്റിനെ അല്ലെങ്കിൽ റിക്കവർ ചെയ്യേണ്ട അസറ്റിനെ എന്തെന്ന് വിളിക്കുക? കറണ്ട് അസറ്റ് എന്ന് വിളിക്കുക. ഇറ്റ്സ് ക്ലിയർ? ബാക്കിലേക്ക് 12 മന്ത്സ് അല്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ പോയിന്റിൽ നിന്നിട്ട് ഫ്രണ്ടിലേക്ക് 12 മന്ത്സിനുള്ളിൽ ഇഫ് യു ഹാവ് ടു റിക്കവർ ദാറ്റ് ബിക്കംസ് യുവർ കറണ്ട് അസറ്റ്. ക്ലിയർ? ഇപ്പൊ കറണ്ട് ലയബിലിറ്റി അങ്ങനെ തന്നെയാണ്. സോ വെൻ ഐ സേ കറണ്ട് ലയബിലിറ്റി 31st March 2025 when I say I have a current liability, അതിന്റെ മീനിങ് എന്താ? കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കിട്ടേണ്ട പൈസ എന്നാണോ, അതോ ഇനിയുള്ള 12 മാസത്തിനുള്ളിൽ കിട്ടേണ്ട പൈസ എന്നാണോ? ഇനിയുള്ള 12 മന്ത്സ്, അതായത് ഇതിന്ന് ഫ്രണ്ടിലേക്ക് 12 മന്ത്സിനുള്ളിൽ നിങ്ങൾ റിക്കവർ ചെയ്യേണ്ട എമൗണ്ടിനാണ് എന്തെന്ന് വിളിക്കുന്നത്? കറണ്ട് ലയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഇതും ഒരു കോമൺ മിസ്കൺസെപ്ഷൻ ആണ്. കാരണം എല്ലാവരുടെയും മനസ്സിൽ ബാക്കിലേക്ക് 12 മന്ത്സിൽ കിട്ടാനുള്ളത് അല്ലെ കൊടുക്കാനുള്ളത്, അങ്ങനെയല്ല. ഇത് കഴിഞ്ഞു പോയി. കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ സംതിങ് ദാറ്റ് യു നീഡ് ടു റിക്കവർ or something that you need to pay within the coming 12 months. ഫ്രണ്ടിലേക്ക് 12 മന്ത്സിനുള്ളിൽ കിട്ടാനോ കൊടുക്കാനോ ഉള്ള എമൗണ്ടിനെയാണ് കറണ്ട് അസറ്റിലെ കറണ്ട് ലയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അത് ഓർമ്മയിലിരിക്കണം. ക്ലിയർ ആണല്ലോ സംഭവം? മഹിറ ക്ലിയർ ആണോ? ഡൗട്ട് ആണോ? മഹിറ ഡൗട്ട് ആണെങ്കിൽ ചോദിച്ചോ, അതോ ഇവിടെ ഇല്ല ആള്? അശ്വിന് വിളി വന്നോ? Okay. So is this clear for you guys? So നമ്മൾ രണ്ട് കാറ്റഗറൈസേഷൻ പഠിച്ചു, കറണ്ട് അസറ്റ് ആൻഡ് നോൺ കറണ്ട് അസറ്റ്. So when I say നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഫ്രണ്ടിലേക്ക് 12 മന്ത്സിൽ കൂടുതൽ ഞാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന അസറ്റ് ആണ് നോൺ കറണ്ട് അസറ്റ്. ഈ ഡേറ്റിൽ നിന്ന് ഫ്രണ്ടിലേക്ക് മോർ ദാൻ 12 മന്ത്സിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന അസറ്റുകൾ. ആൻഡ് കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ ഈ ഡേറ്റിൽ നിന്ന് ഫ്രണ്ടിലേക്ക് 12 മന്ത്സിനുള്ളിൽ കാശാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റ്. And please remember that depends on business to business. ഇപ്പൊ എല്ലാ ബിസിനസ്സുകൾക്കും കമ്പ്യൂട്ടർ ഒരു നോൺ കറണ്ട് അസറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ചില ബിസിനസ്സുകൾക്ക് അത് കറണ്ട് അസറ്റ് ആണ്, ചില ബിസിനസ്സുകൾക്ക് അത് നോൺ കറണ്ട് അസറ്റ് ആണ്. ഈ നോൺ കറണ്ട് അസറ്റിൽ രണ്ട് പുതിയ വാക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വൺ ഇസ് ഇൻവെന്ററി, അതർ വൺ ഇസ് ട്രേഡ് റിസീവബിൾ. അത് രണ്ടും ക്ലിയർ ആണല്ലോ? നിങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടി വെക്കുന്ന അസറ്റിനെ എന്ന് വിളിക്കുക? ഇൻവെന്ററി എന്ന് വിളിക്കുക. ആൻഡ് ഓൾസോ കടത്തിന് സാധനം കൊടുക്കുമ്പോൾ അവരുടെ അടുത്തുനിന്ന് പൈസ കിട്ടുന്നില്ല, അപ്പൊ അതിന് പകരം നമുക്ക് വരുന്ന ഒരു അസറ്റ് ആണ് ട്രേഡ് റിസീവബിൾ. നമുക്ക് പൈസ തരാനുള്ളവർ, ദാറ്റ് ഈസ് ട്രേഡ് റിസീവബിൾ. പിന്നെ ഫിസിക്കൽ എക്സിസ്റ്റൻസിന്റെ ബേസിസിൽ രണ്ട് കാറ്റഗറൈസേഷൻ ഉണ്ട്, ടാൻജിബിൾ അസറ്റ് ആൻഡ് ഇൻടാൻജിബിൾ അസറ്റ്. എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റിനെ ഇൻടാൻജിബിൾ എന്നും എക്സിസ്റ്റൻസ് ഉള്ള അസറ്റിനെ ടാൻജിബിൾ അസറ്റ് എന്നും വിളിക്കും. Is it clear? Okay, fine. So you take your lunch break, and after the lunch break we'll continue.